നമസ്കാരം. നമ്മുടെ കോൺഗ്രസ്സിൽ ഒരു അധികാര കേന്ദ്രം, പുതിയ ഒരു അധികാര കേന്ദ്രം കൂടി ഉണ്ടാകുകയാണ് രാജ്യത്ത്. അത് മറ്റാരുമല്ല, നമ്മുടെ രാഹുലിൻ്റെ പ്രിയ സഹോദരി പ്രിയങ്ക. അവർ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ പാർലമെൻറ്റിലേക്ക് കടന്നു വരികയാണ്. വൈകാതെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഈ ഒരു പ്രിയങ്കയുടെ പാർലമെൻറ്റ് പ്രവേശനത്തെ അതിന് രാഷ്ട്രീയമായും രാഷ്ട്രീയത്തിന് അല്ലാതെയും ചില കാഴ്ചപ്പാടുകളുണ്ട് അതിനകത്ത്. എന്താണ് അങ്ങേക്ക് വിലയിരുത്താൻ കഴിയുന്നത്? ഒന്നാമത്തെ കാര്യം, ഒരു ആക്സിഡൻ്റൽ കാൻഡിഡേറ്റ് എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പറ്റി നമുക്ക് പറയാം. കാരണം കോൺഗ്രസ്സിന് പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വഴി പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു അതിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അവസരം. പക്ഷേ ആ സമയത്ത് അവരത് ഇറക്കിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാത്തത്, പ്രിയങ്ക ഗാന്ധി വീണ്ടും മാറി നിൽക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അതേസമയം തന്നെ ചില നമ്മൾ പറയുന്ന അവരുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ അവരെ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിലെ വോട്ടർമാരോട് ഒരു അനീതി കാണിച്ചു എന്ന് മറ്റ് പാർട്ടിക്കാരൊക്കെ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയാകുന്നു വയനാട്ടിൽ. പക്ഷേ അടുത്ത ഒരു ഘട്ടം വരുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നു. അപ്പോൾ ഷുവർ ഷോട്ടായിട്ടുള്ള സീറ്റാണ് വയനാട് എന്നിരിക്കെ അദ്ദേഹം അത് ഉറപ്പിച്ചിട്ട് മറ്റൊരു മണ്ഡലത്തിൽ കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം രാജിവെക്കാൻ സാധ്യതയുള്ളത് ആദ്യത്തെ മണ്ഡലം തന്നെയാവും. ഇല്ലെങ്കിൽ അദ്ദേഹം രണ്ടാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കേണ്ടുന്ന സാഹചര്യമില്ല. അപ്പോൾ അതൊരു കണക്കിൽ വയനാട്ടിലുള്ള ആൾക്കാരോട് കാണിച്ച ഒരു അനീതിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് രാജിവെക്കുന്നു, അദ്ദേഹം മറ്റേ സീറ്റ് റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഒരു വലിയ മുറുമുറുപ്പ്, അമർഷമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പകരം മറ്റൊരാളിനെ വെക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു ട്രഡീഷണൽ കോൺഗ്രസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി വെച്ചാൽ ഒരു പക്ഷേ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്തിരിക്കുന്ന അവിടെയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നിട്ട് ഉപേക്ഷിച്ചു എന്ന രീതിയിലാവും. ഈ സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ട് അവിടെ പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നത്. പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇവരെല്ലാവരും തന്നെ സജീവമായിട്ട് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപക്ഷെ 2024 അതും INDA സഖ്യത്തിന് വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാതിരുന്ന പ്രിയങ്ക ഗാന്ധി അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ പകരക്കാരിയായിട്ടാണ് ഇവിടെ വരുന്നത്. ഈ പ്രിയങ്കയിലൂടെ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പണ്ട് പട്ടാഭി സീതാരാമയ്യയിലൂടെ ഞാൻ തന്നെയാണ് എന്ന് മഹാത്മാഗാന്ധി പറയുന്നതിന് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ചേർത്ത് നിർത്താവുന്ന ചില പ്രസ്താവനകളൊക്കെ തന്നെ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് വരുന്നതും കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേണം പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ ജയിച്ചിന് പാർലമെൻറ്റിലേക്ക് വരുന്നതിനെ നമ്മൾ കാണാൻ. അപ്പോൾ ഒരു ആക്സിഡൻ്റൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ MP എന്ന രീതിയിലത്തേക്കാണ് അത് വന്നിരിക്കുന്നത്. പാർട്ട്ലി അങ്ങനെയാണ്, പക്ഷേ പാർട്ട്ലി മാനേജ്ഡാണ്. കാരണം ആദ്യം വയനാട്ടിലെ ജനതയോട് പറഞ്ഞിരുന്നില്ല രാഹുൽ ഗാന്ധി മറ്റൊരിടത്തു കൂടി മത്സരിക്കുമെന്ന്. ഇപ്പോൾ വഡോദരയിലും വാരണാസിയിലും നരേന്ദ്രമോദി മത്സരിക്കുന്ന സമയത്ത് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെയാണ് നിന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഒരു അനീതി കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുറപ്പ് വരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം, ബാധ്യത കോൺഗ്രസിനുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. ഇനി MP ആയി വരുന്ന പ്രിയങ്ക ഗാന്ധി, MP ആയി പ്രിയങ്ക ഗാന്ധി വന്നതിന് ശേഷം നിശ്ചയമായിട്ടും പാർലമെൻറ്റിൽ ഇനി വലിയൊരു അറ്റൻഷൻ, ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു അറ്റൻഷൻ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിലവിൽ വഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് തന്നെ, ജനപ്രതിനിധിയായിട്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇനി നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലേക്ക് രാഹുൽ ഗാന്ധിയിലൂടെ നമ്മൾ കണ്ട കോൺഗ്രസ് രാഷ്ട്രീയം മാറാൻ പോകുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ പോസ്റ്റർ ബോയ് എന്നത് മാറിയിട്ട് കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റർ ഗേൾ എന്നത് വരുമോ എന്നുള്ളതാണ് പ്രധാനം. നിലവിൽ സംഭവിക്കാൻ പോകുന്നതാണ് പോസ്റ്റർ ബോയും പോസ്റ്റർ ഗേളും ഒന്നിച്ചുണ്ടാകും. പക്ഷേ അത് പിന്നീടുള്ള ഘട്ടത്തിലാണ് ഇനി ഇത് പോസ്റ്റർ ഗേൾ രാഹുൽ ഗാന്ധിയെ സപ്ലാന്റ് ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരുമോ എന്നുള്ളത് അറിയേണ്ടത്. അത് ഇനി ഒരു പക്ഷേ നമ്മൾ കാണേണ്ടുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെൻ്ററി ഇടപെടലുകളിൽ കൂടിയാണ്. ഇപ്പോൾ ഒരു ബില്ല് വരുന്ന സമയത്ത് അതിൻ്റെ ഡിസ്കഷനുകളിൽ പ്രിയങ്ക ഗാന്ധി എങ്ങനെ പങ്കെടുക്കുന്നു, എന്തൊക്കെ തരത്തിലുള്ള പോയിന്റുകളാണ് പറയുന്നത്. ഇതുവരെ ആൾക്കാർ പറയുന്നതാണ്, കോൺഗ്രസ് പ്രവർത്തകർ പോലും പറയുന്നത് മുത്തശ്ശിയുടെ മൂക്ക്, മുത്തശ്ശിയുടെ മുടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മുത്തശ്ശിയുടെ നാവ് കെട്ടിയിട്ടുണ്ടോ? മുത്തശ്ശി എങ്ങനെയാണ് ആൾക്കാരെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നത്, അവരുടെ സ്വാധീനം ചെലുത്തിയിരുന്നത്, അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അയൺ ലേഡി എന്ന ഇമേജ്
രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റിനുള്ളിൽ ലോക്സഭയിൽ കൊണ്ടുവരാനായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ ഒരുപക്ഷെ നേരത്തെ ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ ബോയ് ചുരുങ്ങിയ ചെറിയ പടവും പോസ്റ്റർ ഗേൾ വലിയ പടവുമായി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല. പ്രിയങ്ക ഗാന്ധിയെ ഉൾപ്പെടെ എതിർക്കുന്ന BJPയും ഇവിടെയുണ്ട്. അപ്പോൾ BJP എങ്ങനെ ഇതിനെ കാണും എന്നുള്ളത് വളരെ കൗതുകകരമാണ്. കാരണം പലപ്പോഴും റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ആം ആദ്മി പാർട്ടിക്കാരൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ BJPക്കാരുടെ അടുത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും സ്ട്രോങ് നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇനി ഒരു പക്ഷേ റോബർട്ട് വാദ്രയുമായി ബന്ധപ്പെട്ട് BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് തുടങ്ങിയത് കൂടി ഇനി പ്രിയങ്ക ഗാന്ധിയുടെ ഭാവി രാഷ്ട്രീയം തീരുമാനിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനും ഒരു നിർണായക സ്വാധീനം അതിലുണ്ടാകും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഈ അയൺ ലേഡി, മുത്തശ്ശി അയൺ ലേഡി ആയിരുന്നു. അത് ഞാനും അങ്ങനെ ഒരു അയൺ ലേഡി ആണെന്ന് പ്രിയങ്ക പാർലമെൻറ്റിനകത്ത് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇപ്പുറത്ത് താങ്കൾ അവസാനം പറഞ്ഞു നിർത്തിയിടത്തെന്നാണ് എൻ്റെ ചോദ്യം. ഈ റോബർട്ട് വാദ്ര ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിന് ശ്രമിക്കില്ലേ? അദ്ദേഹം ഭാര്യയെ മുന്നിൽ നിർത്തി വളരെ പതുക്കെ ഈ രാഹുലിനെ സൈഡ് ലൈൻ ചെയ്ത് കോൺഗ്രസിൻ്റെ ആ എന്താ പറയുക സ്റ്റിയറിംഗ് അദ്ദേഹം ഏറ്റെടുക്കാൻ സാധ്യതയില്ലേ? ഒരു രണ്ടാം അധികാര കേന്ദ്രം ഒന്നാം അധികാര കേന്ദ്രത്തിനെ പതുക്കെ പതുക്കെ വിഴുങ്ങി ഒരേ ഒരു അധികാര കേന്ദ്രമായിട്ട് പ്രിയങ്ക മാറാൻ, അല്ലെങ്കിൽ റോബർട്ട് വാദ്രയുടെ നിയന്ത്രണത്തിൽ പ്രിയങ്ക മാറാൻ സാധ്യതയില്ലേ കോൺഗ്രസിനുള്ളിൽ? അത് രണ്ട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന്, കോൺഗ്രസിനുള്ളിലുള്ള സ്വീകാര്യത. രണ്ട്, പൊതുജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത. നിലവിൽ അങ്ങനെ ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിന് റോബർട്ട് വാദ്രയ്ക്ക് താല്പര്യമുണ്ട് എങ്കിലും അത് കോൺഗ്രസിൽ എത്രത്തോളം സ്വീകരിക്കപ്പെടാം, പൊതുജനങ്ങളുടെ കണ്ണിൽ അത് എത്രത്തോളം സ്വീകരിക്കപ്പെടാം എന്നുള്ള രണ്ട് ഫാക്ടറുണ്ട്. നിലവിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പൂർണ്ണമായ പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കണം. അതായത് പിൻസീറ്റിൽ ഇരുന്ന ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു എന്ന പ്രതീതിയെ ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് ചില തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് അവസരങ്ങളിൽ റോബർട്ട് വാദ്ര പരസ്യമായിട്ട് പറഞ്ഞിരുന്നു താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ജനങ്ങളുടെ പ്രതിനിധി ആകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വന്നിരുന്നു. എന്ന് വെച്ചാൽ ഞാനും ഇവിടെ കോൺഗ്രസിൻ്റെ ഫുൾ സിസ്റ്റം എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാനും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ മോഹമുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതൊരു പക്ഷേ കോൺഗ്രസിൽ കൂടി തന്നെ ആവാം എന്നുള്ള താല്പര്യമുണ്ട്. ജനങ്ങളുമായി അങ്ങനെ അഭേദ്യമായിട്ടുള്ള നൈരന്തര ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ പോലും ജനങ്ങൾ താൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷേ ആ നറേറ്റീവിന് കോൺഗ്രസിനുള്ളിൽ സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എൻഡോഴ്സ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം തനിക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു എൻവയൺമെൻറ്റ് നിലവിൽ കോൺഗ്രസിനുള്ളിലില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. കോൺഗ്രസ്സുകാർ തന്നെ കാര്യമായിട്ട് അത് കരുതിയില്ല എങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാർ എത്രത്തോളം കാര്യമായിട്ട് അതിനെ കരുതാനാണ്. അപ്പോൾ നിലവിൽ അതിനുള്ള സാധ്യതയില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ചിന്തിക്കുക എന്നുള്ളത് ഒരുപക്ഷെ കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. കാരണം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഇനിയൊരാൾ, അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ആ കുടുംബത്തിൽ നിന്നുള്ള മക്കളും മരുമക്കളും എല്ലാം വന്നിട്ടുള്ള ഒരു ചരിത്രം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നിരുത്സാഹപ്പെടുത്താനായിട്ടോ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് ചങ്ങലയിടാനോ ഒന്നും തന്നെ ആർക്കും സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസ് പരിഗണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം കോൺഗ്രസിന് ഒരു ബാധ്യതയാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ബാധ്യതയാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ പരസ്യമായിട്ട് വീണ്ടും ഒരു ചർച്ചയായിട്ട് സമൂഹത്തിൽ ഉണ്ടാവുകയും അത് കോൺഗ്രസ്സിന് തന്നെ ഒരു ബാധ്യതയായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ ഇപ്പോൾ INDA സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഏതു ഘട്ടത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് റോബർട്ട് വാദ്രയ്ക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് പൂർണ്ണമായിട്ട് ഞാനും പിന്തുണയ്ക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള നിലപാടെടുക്കാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസ്സിനുള്ളിലുള്ള പ്രശ്നമുണ്ട്, INDA സഖ്യത്തിലുള്ള പ്രശ്നമുണ്ട്. ഇത് കഴിഞ്ഞിട്ടേ ജനങ്ങളിലേക്ക് പോലും എത്തുന്നുള്ളൂ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സഞ്ജയ് ഗാന്ധി ടൈപ്പ് ഒരാളാണ് എങ്കിൽ മറ്റുള്ള ആൾക്കാരൊന്നും പറയുന്നതിനെ ഞാൻ വകവെക്കില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന രീതിയിൽ ആർക്കും വിധേയനല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഘട്ടം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് എങ്കിൽ പൊളിറ്റിക്സ് കുറച്ചുകൂടി ഇൻട്രീഗിങ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സഞ്ജയ് ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രം ആര് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ വകവയ്ക്കാതെ നടപ്പാക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നുള്ള വലിയൊരു ചീത്തപ്പേര് അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, പ്രിയങ്ക ഗാന്ധി വരണം രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞിരുന്നത് കോൺഗ്രസ് പ്രവർത്തകരാണ്. പക്ഷേ
റോബർട്ട് വാദ്രയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. പകരം അത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഒരു സിനിമയിൽ ഈ CID മൂസയിലെ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ തന്നെ സ്വയം തള്ളിക്കൊള്ളാം എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം സ്വയമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതൊരു പക്ഷേ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ക്ലൗട്ട് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ ഈ ഒരു ലീഡർ ഓഫ് സ്റ്റാൻഡിങ് എന്ന് പറയില്ലേ, അങ്ങനെ ഒരു നോ ലീഡർ ഓഫ് സ്റ്റാൻഡിങ് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരാളില്ല എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരിക്കാം. പക്ഷേ അധികാരം ഉണ്ടാകുന്ന സമയത്ത് തൻ്റെ ഭാര്യ ഇതേപോലെ ലോക്സഭാ MP ആണ് എന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ വീണ്ടും ഉണ്ടാകുമോ? ആ സമയത്ത് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരുമോ? പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ്സിൽ എത്രത്തോളം ശക്തയായി മാറുന്നു തുടങ്ങിയ കുറേയധികം കാര്യങ്ങളും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ്സിനെ നയിക്കുന്നത് ആരാണ്? മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. ഈ നെഹ്റു കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കാം പ്രവർത്തിക്കുന്നത്, പക്ഷേ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. നാളെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം മാറുന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വലിയ സ്വീകാര്യത ഉണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിക്ക് താല്പര്യവുമില്ല എങ്കിൽ നിശ്ചയമായിട്ടും ആൾക്കാർ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരിക്കും. ആ സമയത്ത് ഇപ്പോൾ ഖാർഗെയെ എതിർക്കാൻ ശശി തരൂർ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ എതിർക്കാനായിട്ട് ഒരു ശശി തരൂർ പോലും ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുക? റോബർട്ട് വാദ്രയുടെ അപ്പോഴത്തെ രാഷ്ട്രീയ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിന് ഒരു അല്പം കൂടി സമയമുണ്ടാകും. പക്ഷേ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളെക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടി അത് നോക്കിയിരിക്കുന്നത് റോബർട്ട് വാദ്ര തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ. അതെ, വളരെ രസകരമാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയം. എന്തായാലും ആ നെഹ്റുവിയൻ പാരമ്പര്യം, അവരുടെ ആ ലെഗസി ഇനി പ്രിയങ്കയിലെത്തി നിൽക്കുകയാണ്. ഇനി അത് റോബർട്ട് വാദ്രയ്ക്കും കൂടെ ഷെയർ ചെയ്ത് ഭാവിയിൽ റെയ്ഹാൻ വാദ്ര രാജീവ് ഗാന്ധി, അവരുടെ മകനാണ്, പ്രിയങ്കയുടെ മകനാണ്, അയാളിലേക്കും കൂടെ അത് പകർന്നെത്തും എന്നൊരു ഊഹം രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം ഉണ്ട്. എന്തായാലും താങ്കൾ പങ്കുവച്ച വിവരങ്ങൾ വളരെ ഇൻഫർമേറ്റീവാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്ങനെയാണ് ഈ കോൺഗ്രസ്സിനകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? രാഹുൽ ഗാന്ധി ഇപ്പോൾ വളരെ പതുക്കെ അപ്രസക്തമായി പ്രിയങ്ക ആ സ്ഥാനം ഏറ്റെടുക്കുമോ? അതോ റോബർട്ട് വാദ്ര തന്നെ നേരിട്ട് മുന്നിലേക്ക് വരുമോ? ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് നോക്കാം. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.